എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ, അതായത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്നും മംഗലാപുരം ജംഗ്ഷനിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ പോകുന്ന ട്രെയിൻ ഏതാണെന്നല്ലേ, കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം ജംഗ്ഷനിലേക്ക് സർവീസ് നടത്തുന്ന അന്ത്യോദയ എക്സ്പ്രസ്സിനാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഇതാണ് കേട്ടോ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ നെയിം ബോർഡ്, അതായത് തിരുവനന്തപുരം നോർത്ത് നിന്ന് മാറ്റിയതിന് ശേഷമുള്ള നെയിം ബോർഡാണ് ഇത്. ഇതാണ് നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ്സിനെ കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം ജംഗ്ഷൻ വരെ കൊണ്ടുപോകുന്ന നമ്മുടെ ലോക്കോ കേട്ടോ. WP7 ലോക്കോ ആണ്, റോയപുരം ഷെഡിൻ്റെ ലോക്കോ ആണ്. നമ്മുടെ ലോക്കോ ഇതുവരെ അറ്റാച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഭാഗത്തായിട്ട് കാണുന്ന കൊച്ചുവേളി സ്റ്റേഷൻ്റെ പിറ്റ് ലൈനും കോച്ച് യാർഡും ഒക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ലോക്കോയുടെ നമ്പർ വരുന്നത് 37,646 കേട്ടോ, റോയപുരം ഷെഡിൻ്റെ WP7. ഇതാണ് നമ്മുടെ വണ്ടിയുടെ നെയിം ബോർഡ് വരുന്നത്, കൊച്ചുവേളി ടു മംഗലാപുരം ജംഗ്ഷൻ. ഇതിലിപ്പം കന്നഡയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, മലയാളത്തിലുള്ള നെയിം ബോർഡൊന്നും ഇല്ലേ. അതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 16,355 കൊച്ചുവേളിയിലേക്ക് പോകുന്ന മംഗലാപുരം ജംഗ്ഷനിലേക്ക് പോകുന്ന സമയത്ത്. തിരിച്ചു വരുന്ന സമയത്ത് 16,356. നമുക്കിനി ഏതെങ്കിലും ഒരു കോച്ചിൽ പോയി കയറാം, കാരണം അന്ത്യോദയ എക്സ്പ്രസ് ആണ്. പ്രത്യേകിച്ച് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റുകളൊന്നുമില്ല, ഫുള്ളി അൺറിസർവ്ഡ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നുമില്ലാത്ത ഏതെങ്കിലും കോച്ചിൽ പോയി കയറാം കേട്ടോ. നമുക്ക് ഈ കാണുന്ന കോച്ചിൽ കയറാം കേട്ടോ. ഇതാകുമ്പം അന്ത്യോദയ എക്സ്പ്രസ്സിൻ്റെ ലിവറി വരുന്ന കോച്ചാണ്. ഇവിടെ ഒന്നും ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല, റൂഫിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നുള്ളൂ. കണ്ടില്ലേ, അന്ത്യോദയ എക്സ്പ്രസ് എന്നുള്ള ആ ഒരു അന്ത്യോദയയുടെ ലിവറി വരുന്ന കോച്ച് ഇതാണ്. അപ്പോൾ നമുക്കിനി ഈ കോച്ചിൻ്റെ അകത്തോട്ട് കയറാം. ലൈറ്റൊന്നും ഓണാക്കിയിട്ടുണ്ട് നമ്മുടെ കോച്ചിൽ. വണ്ടിയിൽ ഫുള്ള് ഇരുട്ടാണ്, ലൈറ്റൊന്നും ഓണാക്കിയിട്ടില്ല, ലൈഫ് അറ്റാച്ച് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ടൈം ഏതാണ്ട് 8:30 ആയിട്ടുള്ളൂ. 9:25 നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെടുക. ഏതാണ്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ടൈമുണ്ട്. തൽക്കാലം ഇവിടെ ഒരു സൈഡിലോവർ സീറ്റ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഉറക്കമൊക്കെ എങ്ങനെയാവുമെന്ന് അറിയില്ല, കാരണം മുകളിലുള്ള നമ്മുടെ അപ്പർ ബർത്തിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ കയറി ഇവിടെ കിടന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു വിൻഡോ സൈഡ് സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്, അവിടുത്തെ കാര്യമാണ്. നോക്കാം എങ്ങനെയാവും ഇന്നത്തെ ഉറക്കമൊക്കെ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കോച്ചിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാഷ്റൂം കാര്യമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം. ഈ സൈഡിലുള്ള വാഷ്റൂമാണ്. അയ്യോ, ഇവിടുത്തെ മിറർ അവിടെ പോയി കാണുന്നില്ലല്ലോ. ഇന്ത്യൻ സ്റ്റൈൽ വാഷ്റൂമാണ്. വലിയ വൃത്തിയൊന്നുമില്ല, കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. ഈ സൈഡ് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇതാക്കി ഇട്ടിട്ടുണ്ടെന്നല്ലാണ്ട് പറയത്തക്ക വൃത്തിയൊന്നുമില്ല കേട്ടോ. വാഷ്റൂമൊക്കെ കണക്കാണ്. പിന്നെ കോച്ചിൻ്റെ ഉൾവശമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കയറി വരുന്ന ഭാഗത്തൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് നീറ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. വാഷ്റൂമിൻ്റെ കാര്യത്തിൽ കുറച്ച് പോട്ടന്നെയാണ്, വലിയ വൃത്തിയൊന്നും പ്രതീക്ഷിക്കേണ്ടത്. അങ്ങനെ 5 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ് കേട്ടോ. പുറപ്പെട്ടു നമ്മൾ. കൊച്ചുവേളിൻ്റെ പേര് മാറ്റി തിരുവനന്തപുരം നോർത്ത് നിന്ന് ആക്കിയെങ്കിൽ ഇപ്പോഴും വായര കൊച്ചുവേളി നാട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു.
സ്റ്റോപ്പ് വരുന്നത് കൊല്ലം ജംഗ്ഷനാണ് കേട്ടോ. വണ്ടിയുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് കാവൂർ എന്നുള്ള സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചു കേട്ടോ. നമ്മുടെ മുന്നിൽ നമ്മുടെ 16347 ബാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് നമ്മളിവിടെ കടക്കാവൂർ കൊണ്ട് പിടിച്ചേക്കാണ്. ഇപ്പോൾ ആ വണ്ടിക്ക് അറിയാലോ ഇഷ്ടം പോലെ സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ കായംകുളം വരെ ആ വണ്ടി നമ്മുടെ മുന്നിൽ കിടന്ന് കളിക്കും. കായംകുളത്ത് നിന്ന് പിന്നെ വണ്ടി നേരെ അത് കോട്ടയം വഴിയും നമ്മൾ ആലപ്പുഴ വഴി അങ്ങനെ കയറിപ്പോവും. ഒരു 5 മിനിറ്റ് നേരം ഇവിടെ ഇട്ടിട്ട് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തു കേട്ടോ. അങ്ങനെ വർക്കല ശേരി സ്റ്റേഷനിലേക്ക് കേട്ടോ. പക്ഷെ മിക്കവാറും ഇവിടെയും വണ്ടി നിർത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ പതുക്കെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വർക്കല കൊണ്ട് നമ്മുടെ വണ്ടി നിർത്തി കേട്ടോ. ഇവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഏതൊരു വണ്ടിയുടെ LHP കോച്ച് കിടക്കുന്നുണ്ട്. AC എക്കോണമി കോച്ചാണ് ഏറെക്കുറെ അതിൽ ഫുള്ളുള്ളത്. ഇത് വണ്ടിയാണെന്നുള്ള അതിൻ്റെ ബോർഡ് എക്കോണമി കോച്ച് ആയതുകൊണ്ട് ബോർഡ് കാണുന്നില്ല. നമ്മളങ്ങനെ കൊല്ലം ജംഗ്ഷൻ്റെ ഔട്ടറിൽ കൊണ്ടുപോയി പിടിച്ചിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മുടെ മുന്നിൽ തിരുവനന്തപുരം മംഗലാപുരം പോകുന്നുണ്ട്. അതിൻ്റെ മുന്നിൽ മറ്റേ രാജറാണി എക്സ്പ്രസ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കിടന്നുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ സ്റ്റേഷനിലും പിടിച്ച് മെല്ലെ മെല്ലെയൊക്കെയാണ് ഇപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 10:35. 10 മണിയാണ് ഇവിടെ കൊല്ലം ജംഗ്ഷനിൽ നമ്മൾ കയറേണ്ട സമയം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് സിഗ്നൽ വീണേ. അപ്പോൾ അവിടെ വണ്ടി ഇവിടുന്ന് അങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പോകുന്നുണ്ട്. നമ്മളങ്ങനെ ആ വലിയ കർവ് തിരിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊല്ലം ജംഗ്ഷനിലേക്കുള്ള കണ്ട ട്രെയിൻ വളഞ്ഞു പോകുന്നത്. അങ്ങനെ 40 മിനിറ്റ് അടുപ്പിച്ച് നമ്മൾ ഡിലേ ആയിട്ട് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. മംഗലാപുരം വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് പ്ലാറ്റ്ഫോം പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുവേളിയിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന അങ്ങനെ കൊല്ലത്തുനിന്ന് നമ്മുടെ വണ്ടി എടുത്തു വിട്ടു. അത്യാവശ്യം ആൾക്കാരൊക്കെ കയറിയുണ്ട് കൊല്ലത്തുനിന്ന്.
ചെറിയൊരു അർത്ഥം പറ്റി. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ 40 മിനിറ്റ് ഡിലേ എന്നല്ല പറഞ്ഞത്. ശരി പറഞ്ഞുകൊണ്ടെങ്കിൽ 25 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ടൂറിസ്റ്റ് ട്രെയിനിൻ്റെ നോക്കിയ സമയത്ത് നമ്മുടെ മുന്നിൽ പോയ 16,347 അതിൻ്റെ ഇതായിപ്പോൾ ഞാൻ നോക്കിപ്പോയത്. ഈ മംഗലാപുരം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ നോക്കിയുള്ളൂ, ജംഗ്ഷൻ നോക്കിയില്ല. അത് കാരണം സംഭവിച്ചത് ആ വണ്ടിയുടെ ടൈമാണ് 10 മണി. അപ്പോൾ ഞാൻ 10 മണി എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളേതാണ്ട് 10:40 കൊല്ലത്തെത്തിയത്. ആ 10 മണിയിൽ തമ്മിലാണ് ഞാൻ ഡിലേ എന്ന് പറഞ്ഞത് കേട്ടോ. 40 മിനിറ്റ്, ശരിക്കും 25 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ പിടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നിൽ നമ്മുടെ പാസ്പോർട്ട് പറഞ്ഞ് തിരുവനന്തപുരം ഉണ്ട്. അത് ഇപ്പോൾ കരുനാപ്പള്ളി എത്തിയിട്ടുള്ളൂ. അതിൻ്റെ പുറകിലിങ്ങനെ കിടന്നിട്ട് വൃത്തി പോകുക നമ്മൾ. അങ്ങനെ നമ്മളിത് കായംകുളം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ വണ്ടി കായംകുളത്തൊന്നും കയറാൻ അധികം ആരുമില്ല കേട്ടോ നമ്മുടെ വണ്ടിയിൽ. ഫ്രണ്ടിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, ബാക്കിലൊന്നും വലിയ ആൾക്കാരില്ല. ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം ആൾക്കാർ കയറാൻ കേട്ടോ. പുറകിലാണ് ആരും കയറാൻ ഉണ്ടാവാൻ നിന്നത്. സ്റ്റോപ്പുകൾ വരുന്നത് ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ജംഗ്ഷനാണ്. അപ്പോൾ വലിയൊരു ഏരിയ കാലിയെ കിടക്കുകയാണ്. അപ്പോൾ കിടക്കാൻ പറ്റുന്ന അറിയില്ല, കിടക്കാൻ പറ്റുന്ന അത്ര ഞാൻ കിടക്കട്ടെ. എന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ഇനി രാവിലെ കാണിച്ചു തരാം കേട്ടോ. മോർണിംഗ്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടാം. അതും നമ്മൾ ബിഫോർ ടൈം അടിച്ചാണ് ഇവിടെ വന്ന് കയറിയത്. ഇപ്പോൾ 6 മണിയായിട്ടുള്ളൂ, 6:05. ഇതിന് മുമ്പേ വണ്ടി ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി ഉറക്കമായിരുന്നു ഉറങ്ങിയതൊക്കെ. വേറെ ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, വണ്ടിയിലെ തിരക്കോ കാര്യമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് കാലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ. വണ്ടി കാലിയായിട്ടോ. കണ്ണൂരൊക്കെ ആയപ്പോഴത്തേന് ഏറെക്കുറെ ഫുള്ള് സീറ്റും വേക്കൻ്റായി കിടക്കുകയാണ്. പിന്നെ എന്താ പറയുക, കൊല്ലത്തുനിന്നും കായംകുളത്തു നിന്നൊക്കെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ കയറി. പിന്നെ ഏകദേശം ആലപ്പുഴയിൽ നിന്നൊന്നും വലുതായിട്ടൊന്നും അധികം ആൾക്കാരും കയറിയിട്ടില്ല. ആലപ്പുഴ, എറണാകുളം ഭാഗത്തുനിന്നൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സുഖമായിട്ട് കിടന്നുറങ്ങി തന്നെയാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അതെ, 6:10 നമ്മുടെ വണ്ടി ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് എടുത്തു കേട്ടോ.
വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ചെറുവത്തൂർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര പതിയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. സിഗ്നല് പച്ച വീണ് നടക്കുകയാണെങ്കിലും ഭയങ്കര മെല്ലെയാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ. സൗണ്ടൊക്കെ പോയി. മറ്റേ കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറൊക്കെ ഇല്ലേ, അത് വരുന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കാസർഗോഡേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റോപ്പായിട്ടുള്ള കാസർഗോഡ് എത്തി. ഇവിടെ 7:28 വരേണ്ടതാണ്. നമ്മളിപ്പോൾ 7:20 ആകുമ്പോഴത്തേന് 7:19 ഇവിടെ എത്തി കേട്ടോ. ഒരു G9 വെച്ചിട്ട് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. ടിൻസ് കേട്ടോ, 2 G9 വെച്ചിട്ടാ പോകുന്നത്. നമ്മൾ ഈ അന്ത്യോദയ എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. വ്യാഴം ശനി ദിവസങ്ങളിൽ കൊച്ചുവേളിയിൽ നിന്നും അതുപോലെ വെള്ളി ഞായർ ദിവസങ്ങളിൽ നിന്നും മംഗലാപുരം ജംഗ്ഷനിൽ നിന്നുമാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. കൊച്ചുവേളിയിൽ നിന്നും രാത്രി 9:25 പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ 9:24 കൂടിയാണ് നമ്മുടെ ട്രെയിന് മംഗലാപുരം ജംഗ്ഷനിൽ എത്തിച്ചേരുന്നത് കേട്ടോ. ഈ ട്രെയിൻ ടോട്ടൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 619 കിലോമീറ്ററാണ്. ഇത് കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 11 മണിക്കൂർ 50 മിനിറ്റാണ്. പിന്നെ ഒരാൾക്ക് കൊച്ചുവേളി തൊട്ട് മംഗലാപുരം ജംഗ്ഷൻ വരെ വരുന്ന ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞാൽ 235 രൂപയാണ്. നോർമൽ എക്സ്പ്രസ് ട്രെയിനുകൾ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെക്കാളും കുറച്ചും കൂടി ഫെയർ കൂടുതലായിരിക്കും. പിന്നെ ഈ അന്ത്യോദയ എന്ന് പറയുന്ന ട്രെയിനുകൾ ഫുള്ളി അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളായിരിക്കും കേട്ടോ. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള റിസർവേഷൻ കോച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഫുള്ളി അൺറിസർവ്ഡ് കോച്ചുകളായിരിക്കും നമ്മുടെ ഈ അന്ത്യോദയയിൽ വരുന്നത്. ഇതൊരു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ട്രെയിനാണ്. വളരെ സ്റ്റോപ്പ് കുറഞ്ഞിട്ടുള്ള ട്രെയിനാണ്. ഇപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ തന്നെ നോക്കുകയാണെങ്കിൽ ആകെ ടോട്ടൽ 12 സ്റ്റോപ്പുകളാണുള്ളത്. അതായത്
കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടാൽ പിന്നെ കൊല്ലം, കായംകുളം, ആലപ്പുഴ, എറണാകുളം ജംഗ്ഷൻ, തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം ജംഗ്ഷൻ, ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. അങ്ങനെ കൃത്യസമയത്ത് നമ്മൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് നേരെ അടുത്തത് മംഗലാപുരം ജംഗ്ഷനാണ് നമ്മുടെ സ്റ്റോപ്പ്, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റോപ്പ് തന്നെ. നമ്മളവിടെ ഈ കുമ്പളം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ പിടിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഒരു NNG ഫ്ലൈറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇതിനകത്ത് പല ഡിവിഷൻ്റെ കോച്ചുകളുണ്ട് കേട്ടോ. ഇതിപ്പോൾ സേലത്തിൻ്റെ കോച്ചാണ് പോയത്. ഇതൊക്കെ നല്ല ഫ്രഷായിട്ട് ആ ബ്ലൂ പെയിൻ്റ് അടിച്ചിറക്കിയേക്കുന്ന സാധനം. ഇനി ഇവിടെ കൊണ്ട് നിർത്തി കേട്ടോ. നമ്മളെ വണ്ടിയിൽ ഇതുവരെ ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ടൊന്നും ആരും വന്നിട്ടൊന്നുമില്ല കേട്ടോ. സ്കോഡോ ഈറ്റോ അങ്ങനെ ആരും വന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആരും ടിക്കറ്റ് എടുക്കാതെ കയറാൻ നിൽക്കരുത് കേട്ടോ. അന്ത്യോദയ എക്സ്പ്രസ് അല്ലേ, ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻ്റ് അല്ലേ, ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കയറാൻ നിൽക്കരുത്. എപ്പോഴാണ് ചെക്കിംഗ് ഉണ്ടാവുക എന്നുള്ളതായത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങി പോകുന്ന സമയത്ത് അവിടെ വെച്ചാകും സ്കൂഡ് ചിലപ്പോൾ നമ്മളെ ടിക്കറ്റ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രെയിനിൽ കയറുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തിട്ട് മാത്രം കയറുക. അന്ത്യോദയക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി വേറെ ടിക്കറ്റാണ് കേട്ടോ. അത് നമുക്ക് UTS ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ ജനശതാബ്ദിയുടെയും വന്ദേ ഭാരതിനൊക്കെ പോലെ തന്നെയാണ്. അല്ലാതെ നോർമൽ എക്സ്പ്രസ് ട്രെയിനിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അന്ത്യോദയയിൽ കയറാൻ പറ്റില്ല, അത് വാല്യുബിൾ അല്ല. അങ്ങനെ സ്കോഡ് പിടിച്ചാൽ നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് മാത്രം, അന്ത്യോദയയിൽ മാത്രമല്ല ഏത് ട്രെയിനിലാണെങ്കിലും ടിക്കറ്റ് എടുത്ത് മാത്രം യാത്ര ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. നമ്മുടെ ഈ കോച്ച് റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയിൽ 2019 ഒക്ടോബറിൽ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കോച്ചാണ് നമ്മുടെ ഈ കോച്ച്. SMBT ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ടൊരു അരമുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തായി ഇപ്പോൾ ഈ ഉപ്പള റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ കൊണ്ട് പിടിച്ചിട്ടിട്ട്. കാരണം ഒരുപാട് ടൈമുണ്ട് നമുക്ക്. 9:15 ആകുമ്പോൾ മംഗലാപുരം ജംഗ്ഷനിൽ കയറിയാൽ മതി. ഇപ്പോൾ സമയം 8:30 ആയിട്ടോ. ഇവിടെ നിന്ന് ആകെ ഒരു 10 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ മംഗലാപുരം ജംഗ്ഷനിലേക്ക്. 10 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിവിടെ പിടിച്ചിട്ട് എന്ന് തോന്നുന്നു.
പോയത് മറ്റേ കപ്പക്കപ്പുത്തൂർ മംഗലാപുരം പാസഞ്ചറാട്ടോ. ആ കുട്ടി പാസഞ്ചറല്ലേ, ആകെ 4 കോച്ചുള്ള ആ ചെറിയ പാസഞ്ചർ, അതാണ് കേട്ടോ അങ്ങോട്ട് പോയത്. നമ്മളെ കുറേ നേരമായി പിടിച്ച് പഠിപ്പിച്ച് പോവുകയാണ്. കാരണം ഒരുപാട് സ്നാക്ക് ടൈമുള്ള കാരണം ഇപ്പളം വിട്ടതിന് ശേഷം ഫുൾ ടൈം ഇങ്ങനെ പഠിപ്പിക്കുക കേട്ടോ. ഏതാണ്ട് 9:10 സമയം. 9:15 ആകുമ്പോഴത്തേന് ഗേറ്റ് വരും. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് 9:30 മംഗലാപുരം സെൻട്രലിലേക്കുള്ള വണ്ടിയുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ ആകെ ഫുൾ പ്ലാനിങ്ങും തെറ്റും. അങ്ങനെ നമ്മൾ മന്ദം മംഗലാപുരം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മംഗലാപുരം ജംഗ്ഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അന്ത്യോദയ എക്സ്പ്രസ്സിലേക്കുള്ള യാത്ര നമ്മൾ മംഗലാപുരം ജംഗ്ഷനിൽ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ലോക്കോ ഒന്ന് പോയി നോക്കാം. ഞാൻ രാത്രി ജസ്റ്റ് കണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ലോക്കോ ഒന്ന് പോയി നോക്കിയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഈ ലോക്കോ ആണോ നമ്മൾ ഇന്നലെ കൊച്ചുവേളിയിൽ നിന്നും മംഗലാപുരം ജംഗ്ഷൻ വരെ എത്തിച്ച ലോക്കോ. റോയപുരം ഷെഡിൻ്റെ WP7 ലോക്കോ ആണ്. ഇന്നലെ രാത്രി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകൽ വെളിച്ചത്തിലൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇനി ഈ വണ്ടി തന്നെയാണ് കേട്ടോ തിരിച്ച് ഇന്ന് രാത്രിത്തെ അന്ത്യോദയമായിട്ട് ഇവിടെ നിന്നും തിരിച്ച് കൊച്ചുവേളിയിലേക്ക് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ അന്ത്യോദയ എക്സ്പ്രസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, സീ യു.